രണ്ട് നിലപാടുകൾ നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. രണ്ടുപേരും മുല്ലപ്പെരിയാറും കേരളത്തിന്റെ ആശങ്കയും സുരക്ഷയും തന്നെയാണ് പറയുന്നത്. അവിടെ താങ്കളുടെ ഒരു നിർദ്ദേശം എന്താണ്? ഇതിൽ എന്താണ് ഇനി വേണ്ട ഒരു സമവായം? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. 672 ദിവസം എറണാകുളം വൈപ്പിനിൽ നടക്കുന്ന മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ പ്രതിനിധിയായിട്ടാണ് സുഭാഷ് സാർ പറഞ്ഞതും അഡ്വക്കേറ്റ് റസൽ ജോയി പറഞ്ഞതും ഇത് എവിടെ നിന്ന് വന്നു ഈ പരിഹാരം എന്നാണ് രണ്ടുപേരും ചോദിച്ചത്. സാർ, അങ്ങ് ഈ രണ്ടുപേരോടും എനിക്ക് പറയാനുള്ളത്, ഈ 2010 ഫെബ്രുവരി 18 സുപ്രീം കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി അവരുടെ പഠനങ്ങൾക്ക് ശേഷം അവർ പറയുന്നുണ്ട് 5 ഏജൻസികളാണ് ഞാൻ വേണ്ടി പറയുന്നത്. കമ്മീഷൻ, സെൻട്രൽ ഫോർ ലീഗൽ റിസർച്ച്, സെൻട്രൽ ഫോർ ഫ്രഷ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റയർ IR. ഈ 5 ഏജൻസികളാണ് ഞങ്ങൾക്ക് വേണ്ടി പഠനം നടത്തിയത് അവർ പറയുന്നു. ഈ റിപ്പോർട്ട് 2012 ഏപ്രിൽ 12 അവർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച സുപ്രീം കോടതി ഇതിനകത്ത് ഉന്നതാധികാര സമിതി റെക്കമെൻഡ് ചെയ്ത 2 നിർദ്ദേശങ്ങൾ, അതാണ് സുഭാഷ് സാർ പറയുന്നത്. ഒരു 2 കൂട്ടർക്കും കൂടി ഒരു സമവായത്തിന് എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ എന്നാണ് സുഭാഷ് സാർ എടുത്തു പറഞ്ഞ ഒരു കാര്യം. ഉന്നതാധികാര സമിതി പറഞ്ഞത് the way forward towards an amicable resolution of 2 സ്റ്റേറ്റുകളും തമ്മിൽ രമ്യമായ ഒരു പരിഹാരത്തിന് 2 നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിലൊന്ന് ഉന്നതാധികാര സമിതി പറഞ്ഞത്, the state of Kerala may construct a new law at your own expense. സ്വന്തം ചെലവിൽ വേണമെങ്കിൽ ഒരു പുതിയ നിർമ്മിച്ചു. You should obtain the permission of the planning board. You should obtain the permission of the royal green bench. You should obtain the permission of Ministry of Environment and Forest. സ്വന്തം നിലയിൽ ഈ അനുവാദം നിങ്ങൾ നേടിയെടുക്കണം. അതുപോലെ തന്നെ ഉന്നതാധികാര സമിതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, 12,000 കോടി രൂപ മുടക്കി നിങ്ങൾ സ്വന്തം ചെലവിൽ ഒരു ഡാം പണിയാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് നിങ്ങളുടെ നാട്ടിൽ നാണ്യപ്പെരുപ്പം ഉണ്ടാക്കുമെന്ന കാര്യം കൂടി നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഉന്നതാധികാര സമിതി കേരളത്തെ ഓർമ്മിപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൽ സുപ്രീം കോടതി 14 മെയ് 7 ഇറങ്ങിയ വിധിയിൽ a new tunnel safe derivation of 50 feet high. ദയവായി ഈ 2 ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്ന റസൽ ജോയി ആണെങ്കിലും സുഭാഷ് സാർ ആണെങ്കിലും ഈ 151ാമത്തെ പേജിൽ സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് a new tunnel safe derivation of 50 feet high. Tamil Nadu can draw more water from the storage. You can generate electricity from the water you get additionally. More importantly, the fear perception in the mind of the people of the state of Kerala will set at rest. മലയാളികളുടെ ഇതിലെല്ലാം പ്രധാനം മലയാളികളുടെ പ്രയാസങ്ങൾ അവസാനിക്കുമല്ലോ എന്ന സുപ്രീം 2014 മെയ് 7 251ാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത്. സുഭാഷ് സാറ് എനിക്ക് അങ്ങോട്ട് പറയാൻ സമവായത്തെ കുറിച്ചാണ് അങ്ങ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ഇത്തരം ഒരു സൊല്യൂഷൻ ഇത് എവിടെ നിന്ന് വന്നു എന്നാണ് അങ്ങ് ചോദിച്ചത്. ടണൽ സമിതിയെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ മറുപടി പറയേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ. ഇത് വെറുതെ ഉണ്ടായ ഒരു സൊല്യൂഷൻ അല്ല. ഇത് 2012 ജനുവരി 25 ഞാൻ സഭോപദേശം കൊടുത്തുള്ള പ്രസന്റേഷനാണ്. 12 പേരുള്ള ഞാൻ സംബന്ധിച്ചിരുന്നു. അവിടെ നിന്ന് ഈ ടണൽ ഉന്നതാധികാര സമിതിയുടെ പരിഗണന വരുന്നത് സെൻട്രൽ കമ്മീഷനിൽ നിന്ന് ആണ് ഈ ടണലാണ് സുപ്രീം കോടതിക്ക് എഴുതി കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി 2014 മെയ് 7 ഈ ടണൽ അസന്നിഗ്ധം, അതായത് മാത്രമല്ല the state of Tamil Nadu will need to construct the tunnel. Tamil Nadu, they should conduct the feasibility study within 1 year.
സുപ്രീം കോടതി ശരി. അതിന്റെ ഉത്തരവിൽ ശരി പറഞ്ഞിട്ടുണ്ട്. സാർ. നമുക്ക് എന്തുകൊണ്ടായി, അതായത് ഞാൻ പറയുന്നത് 79 മുല്ലപ്പെരിയാറിന്റെ ആദ്യത്തെ പാർഷ്യൽ ഡീകമ്മീഷനിങ് നടന്നു. 152 നിന്നും 130 ഈ അടുത്ത പാർഷ്യൽ ഡീകമ്മീഷനിങ്ങിനെ കുറിച്ച് മലയാളിക്ക് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ? നമ്മളുടെ ഒരു ആശയം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായി അടുത്തൊരു പാർഷ്യൽ ഡീകമ്മീഷനിങ് ആണ് മുല്ലപ്പെരിയാറിന് വേണ്ടത് എന്ന് ഒറ്റക്കെട്ടായി പറയാൻ മലയാളം മാത്രമേ എനിക്ക് പറയാൻ